Hello everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് സെൽഫ് ലവ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുന്ന ആഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, കുറച്ച് ആക്ടിവിറ്റീസ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് നമുക്ക് നമ്മളോടുള്ള ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു സെൽഫ് ലവ് എങ്ങനെയാണ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുക? വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഗൈഡൻസിന് വേണ്ടി. എനിവേസ്, എന്തൊക്കെയാണ് സെൽഫ് ലവ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടിപ്സ് എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളെ തന്നെ ഫണ്ണാക്കി നിലനിർത്തുക എന്നുള്ളതാണ്. ഫണ്ണാക്കി നിലനിർത്തുക അല്ലെങ്കിൽ കുറെ കൂടി എന്റർടൈൻഡ് ആക്കുക, ലൈഫിനെ കുറെ കൂടി സ്മൂത്ത് ആക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മുടെ ലൈഫിൽ നമ്മൾ പിന്നീട് ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ പേടിയാണ്, അല്ലെങ്കിൽ അതൊന്നും ശരിയാവില്ല, ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് പോസ്റ്റ്പോൺ ചെയ്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതായത് മാറ്റി വെച്ചുകൊണ്ടേയിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെറുതാണെങ്കിൽ പോലും അത് ചെയ്തു തുടങ്ങുക എന്നുള്ളതാണ്. ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. നിങ്ങൾക്കൊരു സിനിമയ്ക്ക് പോകണമെന്ന് വളരെയധികം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ കൂടെ വരാൻ ഒരു സുഹൃത്തില്ല, അല്ലെങ്കിൽ കൂടെയുള്ള ആളുകളൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ ബിസിയാണ്, പിന്നീട് പോവാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെന്ത് ചെയ്യാണ്, ആ ഒരു പ്ലാനിനെ ഇങ്ങനെ നീട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കാണെങ്കിൽ ആ ഒരു സിനിമയ്ക്ക് പോകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. സോ ഇങ്ങനെയുള്ളൊരു അവസ്ഥയിൽ ഒറ്റയ്ക്ക് പോവുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ സിനിമ നിങ്ങൾ തന്നെ പോയി കാണുക. അവരില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങളത് മാറ്റിവെക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയാണ് തീരുമാനം എടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതിലൊരു ചെറിയ മാറ്റം വരുത്തുക. ആ സിനിമയ്ക്ക് നിങ്ങൾ ഒറ്റയ്ക്ക് പോവുക എന്നുള്ളതാണ്. ഇത്തരത്തിൽ നിങ്ങളൊരു സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. ഒരു സിനിമയ്ക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. ഒരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യണം, യാത്ര പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. ഇത്തരത്തിൽ നിങ്ങൾ പിന്നീട് ചെയ്യാം, അല്ലെങ്കിൽ അത് ശരിയാവില്ല, അല്ലെങ്കിൽ ചെയ്യണോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് മടിച്ചു നിൽക്കുന്നതോ അല്ലെങ്കിൽ പേടിച്ചു നിൽക്കുന്നതോ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു തവണയെങ്കിലും ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുടെ സെൽഫ് ലവ് ഇംപ്രൂവ് ചെയ്യുന്നതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഇതൊരു സെൽഫ് ലവിന്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. നെക്സ്റ്റ്, സെൽഫ് ലവ് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് നമ്മളോട് തന്നെ ഫോർഗീവ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. പലപ്പോഴും നമ്മുടെ ലൈഫിൽ അറിയാതെ പറ്റുന്ന ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണ്ടായിരുന്നു, ഞാനത് ചെയ്തത് തെറ്റായി പോയി, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ആയിരുന്നില്ല അത് ചെയ്യേണ്ടത്, ഇങ്ങനെയൊക്കെ തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. സോ ആ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ജസ്റ്റ് നമ്മളോട് തന്നെ ഫോർഗീവ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഫോർഗീവ് ചെയ്യാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജസ്റ്റ് അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പീസ്ഫുൾ ആയിട്ടുള്ള മൈൻഡ് സെറ്റിലേക്ക് എത്താൻ സാധിക്കും. അല്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്കൊരു കുറ്റബോധം അല്ലെങ്കിൽ ഒരു ടെൻഷൻ അങ്ങനെയൊക്കെ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ഒരു മനസ്സമാധാനം നിലനിർത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് നമ്മളോടുള്ള ആ ഒരു സ്നേഹം ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന രണ്ടാമത്തെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫോർഗീവ് യുവർ സെൽഫ് എന്നുള്ളത്. അതായത് നമ്മളോട് തന്നെ ഫോർഗീവ് അവർ സെൽഫ്, നമ്മളോട് തന്നെ ജസ്റ്റ് ഫോർഗീവ് ചെയ്യുക. അതറിഞ്ഞ് ചെയ്തതാണെങ്കിലും ഇനി അറിയാതെ പറ്റിപ്പോയ കാര്യങ്ങളാണെങ്കിലും അതിനോടൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നമ്മളോട് ക്ഷമിക്കുക. നെക്സ്റ്റ് വൺ, സർപ്രൈസ് യുവർ സെൽഫ്. നിങ്ങളെ തന്നെ സർപ്രൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു പക്ഷേ നമ്മൾ യെസ് പറഞ്ഞിട്ടുള്ള എന്നാൽ ഇതുവരെയും ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ചെയ്യാൻ മടിച്ചു നിൽക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ പിന്നീട് ചെയ്യാമെന്ന് കരുതിയ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് ആഗ്രഹം ഉണ്ടായിട്ടും നീട്ടിവെച്ച് ഇതുവരെയും ചെയ്യാത്ത കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ ജസ്റ്റ് ഏതെങ്കിലും ഒന്ന് പിക്ക് ചെയ്തുകൊണ്ട് അത് ചെയ്യുക എന്നുള്ളതാണ്. അത് സ്വയം നിങ്ങൾക്ക് തന്നെ നൽകുന്ന ഒരു സർപ്രൈസ് ആണ്. ഞാൻ ഒരുപാട് നാളായി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം പെട്ടെന്ന് ഞാനങ്ങ് ചെയ്തു, അല്ലെങ്കിൽ ഇത്ര സിമ്പിൾ ആയിരുന്നു, അപ്പൊ ഇനിയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഇനിയുള്ള ഞാൻ മാറ്റി വെച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ എനിക്ക് ചെയ്യണം, അങ്ങനെയുള്ള ഒരു തോന്നൽ ഉണ്ടാവും എന്നുള്ളതാണ്. മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെ ഒരു പ്രൗഡ് ഫീൽ അല്ലെങ്കിൽ ഒരു മതിപ്പ് നിങ്ങൾക്ക് സ്വയം ഫീൽ ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. സോ നിങ്ങളെ സർപ്രൈസ് ചെയ്യുക. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന യെസ് പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ചാലഞ്ചുകളൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം. നെക്സ്റ്റ് വൺ, വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി ഒരു ജേർണൽ എഴുതാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഒരു സെൽഫ് നോട്ട് എന്നൊക്കെ പോലെ
സ്വയം നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ ഫീൽ ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ജസ്റ്റ് ഒരു ജേണൽ എഴുതാൻ വേണ്ടി ട്രൈ ചെയ്യാം. ഇത് നിങ്ങൾക്കൊരു ഗുഡ് ഫീൽ ഉണ്ടാക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല ലൈഫിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇനി എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ആക്ച്വലി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അതിൽ ശരി ഏതാണ് തെറ്റേതാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു അവയർനെസ് അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. സോ ജേണൽ എഴുതുന്നത് എപ്പോഴും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഗുഡ് ഫീൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് നമ്മളെ സ്വയം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് ജേണൽ എഴുതുക എന്നുള്ളത്. നെക്സ്റ്റ് വൺ, ഗിവ് യുവർ സെൽഫ് എ ബ്രേക്ക്. പലപ്പോഴും പല കാര്യങ്ങളുടെ പുറകെ നമ്മൾ ഓടി നടക്കുന്ന ഒരവസ്ഥയാണ്. അത് നമ്മുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ പേഴ്സണലി നമുക്കുണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ട പല കാര്യങ്ങളും ആയിരിക്കാം. ഇത്തരത്തിൽ നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്, ഒരു ബ്രേക്ക് ഒന്നുമില്ലാതെ വളരെയധികം എൻഗേജ്ഡ് ആയി പോകുന്ന, ബിസി ആയി പോകുന്ന ഒരു ലൈഫാണ് എന്നുണ്ടെങ്കിൽ ചെറിയൊരു ബ്രേക്ക് എടുക്കുക എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളിൽ നിന്നും ജസ്റ്റ് ഒരു ബ്രേക്ക് എടുത്തുകൊണ്ട് നിങ്ങൾ ആ ഒരു ടൈം നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. സോ അങ്ങനെയുള്ള ഒരു ബ്രേക്ക് നിങ്ങൾക്ക് ആവശ്യമാണ് എന്ന് തോന്നുന്ന സമയങ്ങളിലൊക്കെ ആ ഒരു ബ്രേക്ക് സ്വയം നിങ്ങൾക്ക് തന്നെ നൽകാൻ വേണ്ടി ട്രൈ ചെയ്യാം. ആൻഡ് പവർഫുൾ ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്ന് നിങ്ങൾക്ക് തന്നെ ഉറപ്പുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്കതിന് താല്പര്യമില്ല എന്ന് തോന്നുന്ന പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നോ എന്ന് പറയാൻ വേണ്ടി ശീലിക്കുക. പലപ്പോഴും മറ്റുള്ള ആളുകൾ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഞാൻ നോ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്നോടുള്ള ഇഷ്ടം കുറയുമോ, അല്ലെങ്കിൽ എന്നെക്കുറിച്ച് അവർ ബാഡായി തിങ്ക് ചെയ്യുമോ, ഇങ്ങനെയൊക്കെ കരുതിക്കൊണ്ടാണ് പലപ്പോഴും നോ എന്ന് പറയാൻ ബുദ്ധിമുട്ടുന്നത് ഈ ഒരു കാര്യം കൊണ്ടായിരിക്കും. സോ നിങ്ങൾക്കൊട്ടും ആക്സെപ്റ്റബിൾ അല്ല, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് അത് ചെയ്യാൻ താല്പര്യം നിങ്ങൾക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കതിന് ടൈം ഇല്ല, അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കും ലൈഫിൽ. സോ അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ അവിടെ നോ പറയേണ്ടത് അത്യാവശ്യമാണ്, അല്ലെങ്കിൽ നോ പറയുകയാണ് നല്ലത് എന്ന് തോന്നുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നോ എന്ന് തന്നെ പറയാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഇതൊരിക്കലും നിങ്ങളോടുള്ള മതിപ്പ് കുറയാനോ, അല്ലെങ്കിൽ നിങ്ങളോടുള്ള സ്നേഹം കുറയാനോ, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ബാഡായി തിങ്ക് ചെയ്യാനോ ഒന്നും ഇത് കാരണമാവില്ല. പകരം നിങ്ങൾക്കത് ഒരു പക്ഷേ യെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാം, അല്ലെങ്കിൽ ഞാനത് ഏറ്റു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏറ്റെടുത്ത് കഴിഞ്ഞ് നിങ്ങൾക്കത് കൃത്യമായി ചെയ്യാൻ സാധിക്കാതെ വരുമ്പോഴാണ് നിങ്ങളെക്കുറിച്ച് ഇത്തരത്തിലുള്ള ഒരു ബാഡ് ഇമേജ് അവിടെ വരുന്നത്. എന്നാൽ ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ നോ എന്നുള്ള ഒരു സാഹചര്യം തന്നെയാണെങ്കിൽ അവിടെ നോ എന്ന് പറയുന്നതാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യം. സോ സംടൈംസ് നോ എന്ന് പറയേണ്ട സാഹചര്യങ്ങളിൽ നോ എന്ന് തന്നെ പറയാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഇതുപോലെ തന്നെ ചെയ്യാൻ കഴിയുന്ന മറ്റൊരു കാര്യമാണ്, നിങ്ങളുടെ ലൈഫിൽ ചെറുതോ വലുതോ ആയിട്ടുള്ള ഒരുപാട് അച്ചീവ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ടായിരിക്കും, ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇത് നിങ്ങൾ ജേണൽ എഴുതുന്ന സമയത്ത് അതിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഇനി അതിൽ ഇൻക്ലൂഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഒരു ആക്ടിവിറ്റി എന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഗ്രോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റി ഉണ്ട്, ഇനി എന്ത് വേണം, ഇനി എന്ത് വേണ്ട, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഒരു കൃത്യത ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യണം എന്ന ഒരു കാര്യത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ കിട്ടുന്നതിനൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ ചെറുതോ വലുതോ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത് നിങ്ങളെ ഇതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ ഒരു പ്രൗഡ് ഫീൽ ഉണ്ടാക്കുന്നതിന്, നിങ്ങൾക്ക് സെൽഫ് ലവ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു സെൽഫ് ലവ് ഫീൽ ചെയ്യുന്നതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അച്ചീവ് ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് റൈറ്റ് ഡൗൺ ചെയ്യുക, ലിസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു ആക്ടിവിറ്റി. നെക്സ്റ്റ് വൺ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് മേക്ക് എ വിഷൻ ബോർഡ്. ഒരു വിഷൻ ബോർഡ് തയ്യാറാക്കുക എന്നുള്ളത്. നിങ്ങളുടെ ലൈഫിൽ ഇനി എന്താണ്, വാട്ട് ഈസ് നെക്സ്റ്റ്, ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് നേടാൻ ആഗ്രഹിക്കുന്നത് ഇന്ന വയസ്സാകുമ്പോഴേക്ക്, അല്ലെങ്കിൽ ഇത്ര ഈ ഒരു വർഷത്തിനുള്ളിൽ, അല്ലെങ്കിൽ ഇത്ര മാസത്തിനുള്ളിൽ, അല്ലെങ്കിൽ ഈ ഒരു ടൈം ആകുമ്പോഴേക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മൈൻഡിൽ നമുക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ള, നിങ്ങൾ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. ആ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അതിനെ പിക്ചറൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് വിഷൻ ബോർഡ്. അത് മാത്രമല്ല, നിങ്ങൾ എപ്പോഴും എടുത്തു നോക്കുന്ന വസ്തുക്കൾ ഉണ്ടായിരിക്കും നിങ്ങളുടെ കയ്യിൽ, അല്ലെങ്കിൽ നിങ്ങൾ
എപ്പോഴും കൂടുതലായിട്ടും നിങ്ങൾ ഡെയിലി ലൈഫിലൊക്കെ അല്ലെങ്കിൽ ഡെയിലി എന്ന രീതിയിലൊക്കെ നോക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. ആ കാര്യങ്ങളിലൊക്കെ ഇത് ഇൻക്ലൂഡ് ചെയ്യാൻ അല്ലെങ്കിൽ ആ സ്ഥലങ്ങളിലൊക്കെ ഇത് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ പേഴ്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ വിഷൻ ബോർഡ് ഉണ്ടാക്കിയിട്ട് ആ ഫോണിൽ നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സിൽ നിങ്ങൾക്ക് വെക്കാം. അതല്ല, നിങ്ങൾ കൂടുതലായിട്ട് ജേർണലൊക്കെ എഴുതുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ജേർണലിൽ നിങ്ങൾക്ക് ഇത് കീപ്പ് ചെയ്യാൻ പറ്റും. ഇത്തരത്തിൽ ഒരു വിഷൻ ബോർഡ് തയ്യാറാക്കുക എന്നുള്ളതാണ്. വിഷൻ ബോർഡ് തയ്യാറാക്കുക, അത് ഇടയ്ക്ക് ജസ്റ്റ് ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിലെങ്കിലും കൂടുതലായിട്ട് അതിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അങ്ങനെയാവുന്ന സമയത്ത് നമുക്ക് എന്താണ് ഇനി നെക്സ്റ്റ് എന്താണ് എന്നതിനെ കുറിച്ച് ഒരു പിക്ചർ നമുക്ക് കൊടുക്കാൻ സാധിക്കും. മാത്രമല്ല, അതിനു വേണ്ടിയാണ് ഇനി ഞാൻ ആക്ഷൻ എടുക്കേണ്ടത് എന്നുള്ളൊരു കാര്യം നമുക്ക് നമ്മളെ തന്നെ റിമൈൻഡ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. സോ മേക്ക് എ വിഷൻ ബോർഡ്. ആൻഡ് ഫൈനലി നമുക്ക് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു കാര്യമാണ് എന്തെങ്കിലും പുതിയ സ്കില്ലുകൾ അല്ലെങ്കിൽ പുതിയ ഇൻട്രസ്റ്റുകൾ ഉണ്ടായിരിക്കും, അതിനെ പെർസ്യൂ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക എന്നുള്ളത്. അത് ചില പുതിയ കോഴ്സുകൾ ജോയിൻ ചെയ്യുന്നതായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പുതുതായിട്ട് ഡ്രോയിങ്ങിന് താല്പര്യം വന്നു, അല്ലെങ്കിൽ ഡാൻസ് ചെയ്യണം അല്ലെങ്കിൽ ഡാൻസ് പഠിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെ ഡ്രൈവിംഗ് പഠിക്കുന്നതായിരിക്കാം. ഇത്തരത്തിൽ നിങ്ങൾക്ക് പുതുതായിട്ട് ചില കാര്യങ്ങളോട് ഇൻട്രസ്റ്റ് വന്നു, അല്ലെങ്കിൽ അത് പഠിച്ചാൽ കൊള്ളാം, അല്ലെങ്കിൽ അതിലേക്ക് കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ തോന്നുന്ന കാര്യങ്ങളുണ്ടായിരിക്കും. സോ അത്തരത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന സമയത്ത് അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിൽ നിങ്ങളുടെ സ്കില്ല് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് വളരെ ഈസി ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ സെൽഫ് ലവ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങളാണ്. എപ്പോഴും സെൽഫ് ലവ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു കാര്യം നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പലപ്പോഴും ലൈഫിൽ നമുക്ക് കുറെ കൂടി ഹാപ്പി ആയിട്ട് ഇരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. മാത്രമല്ല, നമ്മൾ പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ നമുക്ക് അത്ര ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത പല കാര്യങ്ങളും ലൈഫിൽ സംഭവിക്കുകയാണെങ്കിൽ പോലും സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ മുറുകെ പിടിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ കുറെ കൂടി നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. പലപ്പോഴും ലൈഫിൽ എന്ത് കാര്യമാണെങ്കിലും സെൽഫ് ലവ് ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ എന്ത് കാര്യം സംഭവിച്ചു കഴിഞ്ഞാലും കുറെ കൂടി ബെറ്റർ ആയിട്ടും അല്ലെങ്കിൽ സ്മൂത്ത് ആയിട്ടും അത്രയധികം വേഴ്സ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് പോകാതെ തന്നെ ആ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. മാത്രമല്ല, ഇങ്ങനെ സെൽഫ് ലവ് ഉള്ള ഒരു വ്യക്തിയുമായിട്ട് ഇടപഴകുന്ന സമയത്ത് കുറെ കൂടി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് കിട്ടും എന്നുള്ളതാണ്. അവരുടെ ആ ഒരു പോസിറ്റീവ് എനർജി അവരോട് ഇടപഴകുന്ന ആളുകൾക്കും കിട്ടും. കാരണം അവർ അവരെ തന്നെ വളരെ പ്രൗഡായി അല്ലെങ്കിൽ നല്ലൊരു മതിപ്പുള്ള പേഴ്സൺ ആയിട്ടാണ് അവർ സ്വയം കാണുന്നത്. സോ അവർ സംസാരിക്കുന്ന രീതിയാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികളിലൊക്കെ ആണെങ്കിലും നമുക്ക് ആ ഒരു കാര്യം റിഫ്ലക്റ്റ് ചെയ്യും. സോ സെൽഫ് ലവ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ലൈഫിൽ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്തുകൊണ്ട്, ഒരു പക്ഷേ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്, എന്നിരുന്നാലും ഇത്രയും കാര്യങ്ങൾ സെൽഫ് ലവ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന, നമ്മുടെ ലൈഫിലേക്ക് ആഡ് ചെയ്യാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണ് എന്നുണ്ടെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എനിവേസ്, നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.